ഇപ്പൊ മലയാളികളെ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സുരാജേട്ടനോടാണ്. മലയാളികളെ ഏറ്റവും കാത്തിരിക്കുന്നത് എമ്പുരാനാണ്. എമ്പുരാനിൽ ഒരു റോൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് സുരാജേട്ടന്. അതെല്ലാം മാർച്ച് 27 അറിയാം. ഞാനതിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇന്ന് കോട്ടിട്ട് നോക്കാം, അതിലും പരിഗണിച്ചിട്ട് അടുത്ത പരിപാടി ഇറക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതാണ് ഇതിൻ്റെ പബ്ലിസിറ്റിയുടെ ലാസ്റ്റ് പരിപാടി. അപ്പോൾ പറഞ്ഞു ഓക്കെ, ഉള്ളത് മതി, എല്ലാവരും പെട്ടെന്ന് തന്നെ അതൊക്കെ നല്ല ഐഡിയ ആയിട്ട് തോന്നി. നല്ല സാരിയൊക്കെ കൊടുത്ത് ഗംഭീരാക്കി വന്ന ലിസ്റ്റിൽ ചെന്ന് ഒരു പ്രൊഡ്യൂസറെ ചെന്നിട്ട് ഇല്ലേ ചെയ്തെന്ന് പറഞ്ഞിട്ട് തട്ടി കൂട്ടി ഇവിടെ ഇരുന്ന കോട്ട് ഇപ്പോഴും അവരിങ്ങനെ ചൊറിയുന്നുണ്ട്. ലിസ്റ്റ് ഒരിക്കൽ ഇത് എടുത്തോണ്ട് തന്നിട്ട് എന്റെ പറഞ്ഞ അറബിക്കഥയുടെ കോട്ടാണ് ചോദിച്ചു. ഡയറക്ടറിന്റെ അടുത്താണ് സിനിമ 20 ഇറങ്ങിയാണ്. താങ്കളുടെ പ്രതീക്ഷ വലുതാണ്. അധിക സമയത്തിന് ശേഷം ചേട്ടന്റെ പടങ്ങളൊക്കെ നോക്കുമ്പോൾ ഇച്ചിരി സ്റ്റൈലിഷ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. അത് ചെയ്യണം. ഇപ്പം മുറയ്ക്കകത്താണെങ്കിലും അതിലെ പ്രൊമോ സോങ്ങിൽ നോക്കി കഴിഞ്ഞാൽ EDയിലെ പ്രൊമോ സോങ്ങിലാണെങ്കിലും ഇച്ചിരി ഭയങ്കര ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആണ്. ഇത് ഇവഞ്ച്വലി ഉണ്ടായ ഒരു മാറ്റമാണോ അതോ അല്ലെങ്കിൽ ബോധപൂർവം അങ്ങനെ ഒരു അതിലേക്ക് മാറിയതാണോ? ഇല്ല, ഇത് ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് മാത്രം, അല്ലാതെ ബോധപൂർവം ഇങ്ങനെ ഒരു സംഭവം വേണം എന്ന് ഉദ്ദേശിച്ചിട്ടില്ല. ഇതില് ഫെജോയുടെ സോങ്ങിലാണെങ്കിലും സുരേട്ടന് കുറെ ഡാൻസ് മൂവ്സ് നമുക്ക് കാണാൻ പറ്റി. അപ്പൊ അതൊക്കെ എങ്ങനെ എത്രത്തോളം പ്രയാസകരമായിരുന്നു? അതെല്ലാം അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ആ ഡാൻസ് മാസ്റ്ററോട് തന്നെ തോന്നുന്നു. ഒറ്റത്തവ സൈക്കിളായിരുന്നു സത്യം. കണ്ടില്ല, എനർജി കണ്ടില്ല. അങ്ങനെ ചെയ്യിപ്പിച്ച് അദ്ദേഹം വിടും, അദ്ദേഹം പറ്റും. ഞാൻ അതിലും വലുതാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. നിങ്ങൾ പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു പറയില്ല, ഞാൻ അതൊക്കെ മേലെ എന്നാണ് എന്റെ വിശ്വാസം. തിരുത്തില്ലേ, എന്നെ അങ്ങനെ കാണല്ലേ. അല്ല, വിക്രമിന്റെ കൂടെ അപ്ഡേറ്റ് എന്താണ്? അപ്ഡേറ്റ് അത് ജാനുവരിയിലാണ് വീര ധീര ശൂര റിലീസ്. നല്ല രസകരമായിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ കൂടുതൽ അപ്ഡേഷനൊക്കെ ഇനിയിപ്പോൾ ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വരും. ഡിക്സൺ ചേട്ടനൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ട്, അതായത് 4 മണിക്ക് ED ഷോ വെക്കണം എന്നല്ല കേട്ടിട്ടുണ്ടായിരുന്നു. 4 മണിക്ക് വെക്കുന്നുണ്ടോ? 4 മണിക്ക് വച്ചാൽ കൊള്ളാന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ തന്നെ മനസ്സിലാക്കി അത് കുടുംബം മാത്രമേ കാണൂ. അവരും രാവിലെ വിളിച്ച് ഉണർത്തിക്കൊണ്ട് വരുന്നതിന്റെ ദേഷ്യവും മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞു, ഞാൻ പിള്ളേരെ സ്കൂളിൽ വിടാൻ സമയത്ത് അങ്ങേരടാ അങ്ങനെ. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും. എങ്ങനെ ആ വ്യവസ്ഥയല്ല, 4 മണിക്ക് നമ്മുടെ ഷോ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. വൈകുന്നേരം 4 നമുക്ക് അതിനുശേഷമുള്ള ഷോ മതി. അതുവരെ നമ്മൾ ഇറങ്ങിയ എല്ലാ സിനിമകളും കാണും. അല്ലു അർജുൻ, വിജയ് പോലെയുള്ള താരങ്ങളൊക്കെ വെളുപ്പിന് 4 മണിക്കും സുരാജ് പോലെയുള്ള ആർട്ടിസ്റ്റുകൾ വൈകുന്നേരം 4 മണിക്കും ഷോ വെക്കുന്നതാണ്. അത് സുരാജേട്ടന് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ ലൈഫിൽ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ നമ്മൾ എക്സ്ട്രാ ഡീസൻ്റ് ആയിട്ട് നടക്കാറുണ്ട്.